114 സങ്കീർത്തനം അതിൻ്റെ 3 വാക്യം. സമുദ്രം കണ്ടു ഓടി, യോർദാൻ പിൻവാങ്ങിപ്പോയി. 114 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ്റെ ഗ്രഹം അന്യഭാഷയുള്ള ജാതിയുടെ നിന്നും പുറപ്പെട്ടപ്പോൾ ദൈവശബ്ദം കേട്ട് വാഗ്ദത്ത നാട്ടിലേക്ക് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ 2 തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ചെങ്കടലുണ്ടായിരുന്നു. ഒരിക്കലും രണ്ടായി മാറാത്ത തടസ്സമായി നിൽക്കുന്ന ചെങ്കടലുണ്ടായിരുന്നു. എന്നാൽ അവിടെ പറയുന്നു, ആ ചെങ്കടൽ മാറിപ്പോയി, അല്ലെങ്കിൽ സമുദ്രം കണ്ടുകൂടി. രണ്ടാമത്തെ, വാഗ്ദത്തദേശത്തെത്താറായപ്പോഴുള്ള തടസ്സമാണ് യോർദാൻ നദി. അത് പലപ്പോഴും കര കവിഞ്ഞ് ഒഴുകുന്നതാണ്. എന്നാൽ അതും തടസ്സമായി നിൽക്കുകയാണ്. എന്നാൽ ബൈബിൾ വായിക്കുമ്പോൾ ഇതാ പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ തൊട്ടപ്പോൾ യോർദാൻ നദി 2ആയി മാറി. അപ്പോൾ ദൈവശബ്ദം കേട്ട് ദൈവീയ ആലോചന പ്രകാരം നീ പുറപ്പെടുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടലാണെങ്കിലും യോർദാൻ നദിയാണെങ്കിലും മാറി, നിൻ്റെ തടസ്സങ്ങൾ മാറി എത്തിക്കേണ്ട സ്ഥാനത്ത് ദൈവം തന്നെ എത്തിക്കുവാനിടയെ തരും. ദിവസങ്ങളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയുടെ മുമ്പോട്ട് കടന്നുപോയായിട്ട് ഗോഡ് ബ്ലെസ് യു.